കൽഭൂഷൺ ജാദവിനെ മറന്നിട്ടുണ്ടാകില്ലല്ലോ ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകർ. ഇന്ത്യൻ ചാരൻ എന്നാരോപിക്കപ്പെട്ട് പാകിസ്ഥാൻ ജയിലുകളിൽ കൊടിയ പീഡനം അനുഭവിച്ചു പോന്ന കൽഭൂഷൺ ജാദവിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി രാജ്യാന്തര കോടതിയിൽ ഇന്ത്യൻ സർക്കാർ ഏറ്റവും മുന്തിയ അഭിഭാഷകനെ തന്നെ നിയോഗിച്ചു. ഇതൊക്കെ ചരിത്രമാണ്. എന്നാൽ ഈ കൽഭൂഷൺ ജാദവിനെ, അദ്ദേഹം ഇന്ത്യൻ നേവിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. വിരമിച്ച ശേഷം ഇറാനിൽ ബിസിനസ്സുമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കവേ ആണ്, അവിടെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ചാരൻ എന്ന് ആരോപിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച രണ്ട് പേരുണ്ട്. ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം എന്ന സംഘടനയുടെ രണ്ട് പേരാണ്. അതിലെ മുതിർന്ന രണ്ട് അംഗങ്ങളാണ് പാക് ചാരസംഘടനയായ ISIയുമായിട്ട് ചേർന്ന് ഇറാനിൽ നിന്ന് കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയത്. അതിൽ ഒന്നാമൻ, ഇത് തട്ടിക്കൊണ്ടുപോകുന്നത് 2016 മാർച്ച് 3-നാണ്. അതിൽ ഒന്നാമൻ മുക്തി ഷാമീർ. ഇദ്ദേഹത്തെ മാർച്ച് 9-ന് 2025 മാർച്ച് 9-ന് ഒരു അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. ഈ മുക്തി ഷാമീറിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഹാഫീസ് മൗലാന അബ്ദുൾ സലാം ആരിഫ്. ഞാൻ ഒന്നുകൂടി ആ പേര് പറയാം. ഹാഫീസ് മൗലാന അബ്ദുൾ സലാം ആരിഫ്. ഈ ആരിഫിനെയും ഇന്നലെ അജ്ഞാതൻ, മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതൻ കാലപുരിക്ക് അയച്ചു, ഹൂറികളുടെ അടുത്തേക്ക് അയച്ചു. ഈ ആരിഫിനെ ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോട്ടോർ ബൈക്കിലെത്തിയ 2 പേരിൽ ഒരാൾ നേരെ നിറയൊഴിക്കുകയായിരുന്നു. ആരിഫ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പിന്നിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ ഇറാനിൽ തൻ്റെ ബിസിനസ്സുമായിട്ട് കഴിയുകയായിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുകയായിരുന്ന കൽഭൂഷൺ ജാദവിനെ ചാരനെന്ന് ആരോപിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ഒരു കാരണമുണ്ട്. അന്ന് ഈ ഒരു ഉന്നത തലത്തിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് കോൺഗ്രസിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷ, UPAയുടെ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്ന, 2004 മുതൽ 2014 വരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നിയന്ത്രിച്ചിരുന്ന സാക്ഷാൽ ശ്രീമതി സോണിയാഗാന്ധി നിയോഗിച്ച ഒരു ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ സ്ഥാനമാനങ്ങളോ ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ആ വ്യക്തിയാണ് കൽഭൂഷൺ ജാദവ് ചാരനാണെന്നുള്ള വിവരം ചോർത്തി നൽകിയത്. കൽഭൂഷൺ ജാദവ് ചാരനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹം അവിടെ ബിസിനസ് നടത്തുകയായിരുന്നു. ഒരു വിമുക്ത ഭടനാണ് അദ്ദേഹം. ആ വിമുക്ത ഭടനിൽ ചാരക്കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ എല്ലാ സഹായവും ചെയ്തത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേരണ കൊടുത്തത് സോണിയാഗാന്ധിയാൽ നിയോഗിക്കപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് പ്രേരണ കൊടുത്തത്. ഇത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഞാൻ മര്യാദയുടെ പേരിൽ, പ്രോട്ടോക്കോളിൻ്റെ പേരിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ആ മഹത് വ്യക്തിയുടെ പേര് പറയുന്നില്ല. എല്ലാവർക്കും അറിയാം ആരാണെന്ന്. എന്തായാലും അങ്ങനെ ഈ ഇന്ത്യൻ നേവി കമാൻഡറായിരുന്ന കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ എല്ലാ സഹായവും ചെയ്തു. ആ തട്ടിക്കൊണ്ടുപോകാൻ ISIക്ക് ഒപ്പം ചേർന്ന് അദ്ദേഹത്തെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് ഈ 2 പേർ ചേർന്നായിരുന്നു. മുക്തി ഷാമീറും അതുപോലെ ഹാഫിസ് മൗലാന അബ്ദുൾ സലാം ആരിഫും. ഇത് പിന്നീട് ഈ പ്രധാനപ്പെട്ട ഈ വ്യക്തി ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഇത്തരം കുൽസിതമായ പ്രവർത്തനങ്ങൾ ചെയ്ത ആ വ്യക്തി പിന്നീട് ആ സ്ഥാനത്തു നിന്നൊക്കെ മാറി 2023 ഇതേ വ്യക്തി തന്നെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് വേണ്ടി
വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഡോൺ എന്ന പത്രം പറയുന്ന നൽകുന്ന വിവരങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. ഖൈബർ പക്തൂൺഖ്വയിലെ ചർസദ്ദ ജില്ലയിൽ ചൊവ്വാഴ്ച ആണ് ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം JUI എന്ന് പറയുന്ന ഈ സംഘടനയുടെ പ്രവിശ്യ കൗൺസിൽ അംഗമായ ഹാഫീസ് മൗലാന അബ്ദുൾ സലാം ആരിഫിനെ അജ്ഞാതൻ മോട്ടോർ സൈക്കിളിലെത്തി വെടിവെച്ചു കൊന്നത്. 2 പേർ ഉണ്ടായിരുന്നു, 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മുക്തി ഷാമീർ എന്ന് പറയുന്ന കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇയാളോടൊപ്പം ആരിഫിനോടൊപ്പം നിന്ന ഒന്നാമൻ 2025 മാർച്ച് 9 കൊല്ലപ്പെട്ടത് ഇതുപോലൊരു അജ്ഞാതൻ്റെ ആക്രമണത്തിൽ. അന്നും അവിടെയും ഇതുപോലെ അജ്ഞാതൻ തന്നെയാണ് എത്തി ഈ മുക്തി ഷാമീറിനെയും വധിച്ചത്. ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സഫ്ദർ ഖാൻ പറയുന്ന വിവരങ്ങൾ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. ഈ JUI അംഗം ഈ പറയുന്ന ഹാഫിസ് മൗലാന അബ്ദുൾ സലാം ആരിഫ് ഒരു പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പള്ളിക്ക് മുന്നിലെത്തിയ മോട്ടോർ സൈക്കിളിലെത്തിയ 2 പേർ മുഖം മറച്ചിരുന്നു. അവരാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ 2 ആയുധധാരികളായിരുന്നു 2 പേരും. അതിൽ ഒരാൾ നിറയൊഴിക്കുകയായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആരിഫ് മരിച്ചു, തൽക്ഷണം മരിച്ചു. അത്ര കൃത്യമായിട്ട് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സഫ്ദർ ഖാൻ നൽകുന്ന വിവരം. ഇനി സാധ്യമായ എല്ലാ കോണുകളിലും അന്വേഷണം നടത്തി വരികയാണ്. എത്രയും വേഗം ഈ അജ്ഞാതനെ കണ്ടെത്തും എന്നൊക്കെയാണ് സഫ്ദർ ഖാൻ പറയുന്നത്. പോലീസ് തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാം അസംഖ്യം ഇതുപോലെയുള്ള കൊലകൾ പാകിസ്ഥാനിൽ അരങ്ങേറിയിട്ടുണ്ട്. ഈ അജ്ഞാതൻ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പാക് പോലീസിനോ പാക് സൈന്യത്തിനോ പാക് ചാരസംഘടനയ്ക്കോ പാക് മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ സാധിച്ചിട്ടില്ല. അവിടുത്തെ ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസികളുണ്ട്, അവർക്ക് സാധിച്ചിട്ടില്ല. കാനഡയിലും ഇതുപോലെ അജ്ഞാതൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഖാലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന ഭീകരരെ തീർക്കുന്നുമുണ്ട്. അതിൽ പലരും, ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ കഴിയുകയാണ്. എന്തായാലും അവിടെയും ഇതുപോലൊരു അജ്ഞാതൻ്റെ ഈ പ്രവർത്തനം വളരെ ശക്തമാണ്. കാനഡയിൽ ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള മറ്റ് ശല്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ കാനഡയിൽ ഭരണം മാറി ജസ്റ്റിൻ ട്രൂഡോ മാറി പുതിയ ആൾ വന്നു. അപ്പോൾ തന്നെ ഇതിനൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്ന ഇത് അവിടുത്തെ പ്രവിശ്യ കൗൺസിൽ JUIൻ്റെ പ്രവിശ്യ കൗൺസിൽ അംഗമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഒരു പള്ളിയിലെ മതപ്രഭാഷകനായിരുന്നു. ഈ തഹസിൽ ടാങ്കി മദ്രസ, ഈ അവിടുത്തെ ആ മദ്രസ, അതിൻ്റെ പേര് അബൂബക്കർ സിദ്ദിഖി മദ്രസ എന്നാണ്. അതായത് തഹസിൽ ടാങ്കിയിലെ അബൂബക്കർ സിദ്ദിഖി മദ്രസയുടെ തലവനാണ് ഇദ്ദേഹം. പിന്നെ ജമാലാബാദ് ഡയറി ഫാം പ്രദേശത്തെ പള്ളിയിലെ മതപ്രഭാഷകനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉന്നതനായ വ്യക്തിയാണ്. അതുപോലെ ഈ വർഷം ജൂലൈയിൽ KPയിലെ ബജൗർ ജില്ലയിലെ അവാമി നാഷണൽ പാർട്ടി, ആ പാർട്ടിയിലെ ഒരു നേതാവായ മൗലാന ഖാൻ സെബിനെ, അതുപോലെ ഒരു പോലീസുകാരനെ ഒക്കെ ഇതുപോലെ അജ്ഞാതരെത്തി വെടിവെച്ച് കൊന്നു എന്ന വിവരവും പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇത് പുതിയ വിവരമല്ല, ഇങ്ങനെ ഇവർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നതാണ്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ആക്രമണമായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലും പാക് പോലീസിന് സാധിച്ചില്ല. ഇപ്പോൾ അവർ പറയുന്നു അതും ഇതുപോലെ അജ്ഞാതൻ്റെ ആക്രമണത്തിലാണ്. ഈ അജ്ഞാതൻ്റെ ആക്രമണങ്ങളെല്ലാം സമാനതകളുള്ളതാണ് എന്ന് പാക് പോലീസ് പറയുന്നു. ഈ ആരിഫ് കാറിനുള്ളിൽ കൊല്ലപ്പെട്ട് വെടിയേറ്റ് മരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട്.
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ചാരസംഘടനയായ ISIയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കാക്കത്തൊള്ളായിരം ഭീകര ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും വലിയ ഭയം വിതച്ചുകൊണ്ട് അജ്ഞാതൻ അവിടെ പൂണ്ടി വിളയാടുകയാണ്. ഏത് നിമിഷവും ഏത് ഭീകരനും എവിടെ വെച്ചും എങ്ങനെയും കൊല്ലപ്പെടാം. എവിടെന്നോ ഒരു ഒളിച്ചിരിക്കുന്ന ഒരു തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട അതിവേഗത്തിൽ പാഞ്ഞു വന്ന് നെഞ്ചിൻ കൂട് തകർക്കും എന്ന ഭയത്തിലാണ് പാകിസ്ഥാനിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദ് അടക്കമുള്ള, മസൂദ് അസർ അടക്കമുള്ള സകലമാന ഭീകര നേതാക്കളും അത്തരത്തിലൊരു ഭയത്തിലാണ്. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാം, ബ്രഹ്മോസ് ചോദിക്കാതെ തന്നെ പാകിസ്ഥാനിലേക്ക് എത്തും എന്നും അവർക്കറിയാം. സത്യത്തിൽ ആകപ്പാടെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളുടെ നേതാക്കളെല്ലാവരും തന്നെ.